ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മാറ്റ് ഇൻഡസ്ട്രി ആയിരുന്നു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഷുഗർ ഇൻഡസ്ട്രിയാണ്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ ഇന്ത്യയിൽ വളരെ ചുരുക്കം ഷുഗർ ഫാക്ടറീസ് മാത്രമാണുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന കൊൽഹാപൂരത്തെ ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിലോട്ടൊക്കെ വരുന്ന അധിക ഷുഗറും വരുന്നത് ഈ ഒരു കൊൽഹാപൂർ മഹാരാഷ്ട്ര ഏരിയയിൽ നിന്നാണ്. നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഷുഗർ. ഈ ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഷുഗർ ഉണ്ടാകുന്നത് ഷുഗർ കെയിനിൽ നിന്നാണെന്നുള്ളത്. എന്നാൽ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് ഈ ഷുഗർ എത്തുന്നത്. സോ ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ എങ്ങനെയാണ് ഷുഗർ ഉണ്ടാക്കുന്നതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ട്രക്കുകളെല്ലാം തന്നെ ഷുഗർ കെയിന് ലോഡ് ചെയ്ത് വെച്ചിരിക്കും. ഇവയെല്ലാം തന്നെ വരിവരായി നിൽക്കുന്നത് ഒരു വെയ്യിങ് മെഷീനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. വൺസ് നമ്മൾ ട്രക്കുകളെല്ലാം തന്നെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എല്ലാം നോക്കി ഒരു കെയിൻ കാരിയറിലോട്ടാണ് പോകുന്നത്. ഇതൊരു കൺവെയർ സിസ്റ്റമാണ്. ഈ കൺവെയർ സിസ്റ്റത്തിൻ്റെ സഹായത്തിലൂടെയാണ് കെയിൻസ് എല്ലാം തന്നെ ഫാക്ടറിൻ്റെ ഉള്ളിലോട്ട് എത്തിപ്പെടുന്നത്. വൺസ് ഈ ഫാക്ടറിൻ്റെ ഉള്ളിലോട്ട് എത്തുന്ന സമയത്ത് തന്നെ ഇതെല്ലാം തന്നെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ടാണ് എത്തുന്നത്. ഫാക്ടറിൻ്റെ ഉള്ളിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റിംഗ് പ്രോസസ്സാണ്. എക്സ്ട്രാക്റ്റിംഗ് മില്ല് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷുഗർ കെയിൻ്റെ ഫൈബറും അതുപോലെ തന്നെ ജ്യൂസും സെപ്പറേറ്റ് ആക്കി എടുക്കലാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ഫാക്ടറിയിൽ ഏകദേശം 4-5 മില്ലുകളുണ്ടാവും. ഈ മില്ലിലൂടെ എല്ലാം തന്നെ നമ്മുടെ ഷുഗർ കെയിൻ പാസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഷുഗർ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ഈ പുറത്തോട്ട് വരുന്ന ബാക്കിയുള്ള ഫൈബേഴ്സിനെ ബഗാസ് എന്നാണ് വിളിക്കുന്നത്. ഇത് പിന്നീട് ഈ ഫാക്ടറിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്യൂയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ബഗാസ് ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ കെയിൽ നിന്ന് ഫൈബർ എല്ലാം തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഷുഗർ ജ്യൂസ് മാത്രം ഒരു പ്രത്യേക ടാങ്കിലോട്ടാണ് പോകുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ബോയിലിംഗ് പ്രോസസ്സാണ്. എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത ജ്യൂസ് 700 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലത്തെ വലിയ ടാങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് ബോയിലിംഗ് പ്രോസസ്സ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ബോയിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പ്രോസസ്സാണ്. ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജ്യൂസ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ആൽക്കലൈസേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ലൈം വാട്ടർ ഈ ജ്യൂസിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ ഷുഗറിൻ്റെ കളർ ചെറുതായിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറും. പിന്നീട് ഈ ജ്യൂസ് എല്ലാം തന്നെ ക്ലാസിഫൈങ് ടാങ്കിലോട്ടാണ് മാറ്റുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്യുവറായിട്ടുള്ള ജ്യൂസ് മുകൾ ഭാഗത്തും ഇംപ്യൂരിറ്റീസ് എല്ലാം തന്നെ താഴ് ഭാഗത്തുമായിട്ട് ലഭിക്കും. ഈ ഇംപ്യൂരിറ്റീസിനെ മഡ് എന്നാണ് വിളിക്കുന്നത്. ഇത് വീണ്ടും ഫ്യൂവലായിട്ടും അതുപോലെ തന്നെ ഷുഗർ കെയിൻ ഫാമിലോട്ട് ഒരു പെസ്റ്റിസൈഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവാപറേഷൻ പ്രോസസ്സാണ്. പ്യുവറായിട്ട് നിൽക്കുന്ന ഈ ജ്യൂസിലെ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യലാണ് ഈ പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ ക്രിസ്റ്റൽ ഫോം ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ജ്യൂസിലുള്ളത് പ്യൂറായിട്ടുള്ള ഷുഗറും അതുപോലെ തന്നെ മൊലാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റുമാണ്. പിന്നീട് ഇതെല്ലാം തന്നെ ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനിലോട്ടാണ് എത്തിച്ചേരുന്നത്. ഇതിൽ നിന്ന് പ്രോപ്പർ ക്രിസ്റ്റൽസും അതുപോലെ തന്നെ മൊലാസിസ് എന്ന് പറയുന്ന കണ്ടൻറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഒരു 1200 റെവല്യൂഷൻ പെർ മിനിറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ മൊലാസിസ് എന്ന് പറയുന്ന കണ്ടൻറ്റിൽ നിന്നാണ് എത്തനോൾ എല്ലാം തന്നെ ഉൽപ്പാദിച്ചെടുക്കുന്നത്. ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവറായിട്ടുള്ള ഷുഗർ ക്രിസ്റ്റൽസ് നമുക്ക് ലഭിക്കും. ഈ ഷുഗർ ക്രിസ്റ്റൽസിൽ തന്നെ ഒരുപാട് ഗ്രേഡ് വേരിയേഷൻസ് വരുന്നുണ്ട്. സൈസിനനുസരിച്ചും അതുപോലെ തന്നെ ബ്ലീച്ചിങ്ങിനനുസരിച്ചുമാണ് ഈ ഒരു ഗ്രേഡിംഗ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ട് എത്തിച്ചേരുന്നത്.
സോ ഗായ്സ്, ഷുഗർ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.